ഹലോ എവ്രി വൺ. ഇന്നൊരു അറബിക് റൈസിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സുർബിയാൻ ചിക്കൻ ബിരിയാണി. ഇതൊരു യമനി റൈസ് ആണ് കേട്ടോ. നമ്മുടെ ബിരിയാണിയുടെ ഒക്കെ അതേ ഫ്ലേവറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് ചിക്കൻ സുർബിയാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് ബിരിയാണി പോട്ടിലാണ്. ബിരിയാണി പോട്ടിലോട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് തിളച്ച് വരുന്ന ഓയിലോട്ട് ആദ്യം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ലോ ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു ടെക്സ്ചർ എത്തുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഓയിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 4 കിഴങ്ങ് തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയ കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വലിയ കിഴങ്ങുകളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഉള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് 1 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 4 ഏലക്കായ, 4 കറാമ്പു, ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ വൈറ്റ് പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പൊട്ടാറ്റോ ഏകദേശം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബ്രോയിലർ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം സ്കിന്നിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സാഫ്രോൺ കൂടെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കുന്നില്ല. സാഫ്രോൺ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 4 പച്ചമുളക് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിക്ക് ചേർക്കുന്നത് പോലെ ഒരുപാട് മല്ലിയിലയൊന്നും ഇതിലോട്ട് ചേർക്കുന്നില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള റൈസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 4 ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, തക്കോലം, കുരുമുളക് എന്നിവ ചേർക്കുന്നുണ്ട്. 2 ബേ ലീഫും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് ഏകദേശം ഒരു 9 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് വേവിച്ചെടുക്കുന്നത്. റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് റൈസ് ഊറ്റിയെടുക്കാം കേട്ടോ. അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്. റൈസ് ഏകദേശം ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 1/2 പോർഷൻ ഞാനൊരു വേറൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഗ്രേവി അടക്കം ഞാനൊരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ബാലൻസ് വരുന്ന ചിക്കൻ്റെ മുകളിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിയും ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലോട്ട് നമുക്ക് ബാലൻസ് വരുന്ന റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ 2 ലെയർ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓവറായിട്ട് അമർത്താതെ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചിക്കി കൊടുത്താൽ മതി. ഞാനിത് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ചേർത്ത് കൊടുക്കാം. അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഞാൻ ഇതിന് മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുക്കണം. എല്ലാവരും ഫുഡ് കളേഴ്സ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ ഫുഡ് കളേഴ്സ് ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് അനാറിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അനാറിൻ്റെ കളർ അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അനാറിൻ്റെ പുളിയൊക്കെ നന്നായിട്ട് റൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സൈഡിൽ മഞ്ഞൾ കളർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് കളേഴ്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതിന് മുകളിലായിട്ട് 3 പച്ചമുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ഇതൊന്ന് ദമ്മിട്ട് വെക്കാം. ഞാനൊരു 5 മിനിറ്റ് ഫ്ലെയിം ഹൈ ആക്കി വെച്ചതിന് ശേഷമാണ് ദമ്മിട്ട് വെക്കുന്നത്. ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുർബിയാൻ ചിക്കൻ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. മധു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ റൈസിൻ്റെ വേവ് ഒന്ന് അറിയാൻ പറ്റുമായിരുന്നെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെർവ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സുർബിയാൻ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കുക. ബൈ.